ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു മെറ്റാലിക് സിലിണ്ടർ ഉണ്ട്, അതിന്റെ വോളിയം എന്ന് പറയുന്നത് 7450 cm³ ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 1.4 മീറ്റർ ആണ്. എക്സ്റ്റേണൽ റേഡിയസ് 9 സെന്റിമീറ്റർ ആണ്. തിക്നെസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇതിനകത്ത് പറയുന്ന അനുസരിച്ച് ഒരു എക്സ്റ്റേണൽ ഡയമീറ്ററും ഉണ്ട്, ഇന്റേണൽ റേഡിയസും ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു സിലിണ്ടർ. ലെങ്ത് 1.4 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം 140 സെന്റിമീറ്റർ ആണ്. 140 സെന്റിമീറ്റർ ആണ്. എക്സ്റ്റേണൽ റേഡിയസ് 9 എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു തിക്നെസ് ആണ്. ഓക്കെ, ദെൻ വോളിയം തന്നിട്ടുണ്ട്. സിലിണ്ടറിക്കൽ പൈപ്പ് അല്ലേ, അപ്പൊ ഇത് ഹോളോ ആണ് വരും. ഈ നടുക്കിടക്കുന്നത് വേക്കൻ്റ് ആണ്. അപ്പോ അതിന്റെ സിലിണ്ടറിക്കൽ പൈപ്പിന്റെ വോളിയം എന്ന് പറയുന്നത് പൈ ഇൻറ്റു R2² മൈനസ് R1². എക്സ്റ്റേണൽ റേഡിയസിന്റെ സ്ക്വയർ മൈനസ് ഇന്റേണൽ റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു ഹൈറ്റ്, അതായിരിക്കും വോളിയം വരുന്നത്. then ഇത് 22/7 എന്ന് എടുക്കാം. എക്സ്റ്റേണൽ റേഡിയസ് 9 ആണ്, അതിന്റെ സ്ക്വയർ 89. R1² അറിയില്ല, അങ്ങനെ തന്നെ വെച്ചേക്കാം. ഇൻറ്റു തിക്നെസ്, സോറി, ഇത് ഹൈറ്റ് എന്ന് പറയുന്നത് 140. ഓക്കെ, ഹൈറ്റ് എന്ന് പറയുന്നത് 140. അപ്പോ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും 7480 എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഇതും കട്ട് ചെയ്ത് കളയാം. 2 എന്ന് പറഞ്ഞു തരും. ഇവിടുത്തെ ഈ 2 ഇതും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 374 എന്ന് പറഞ്ഞു കിട്ടും. 81 മൈനസ് R² എന്ന് പറയുമ്പോൾ 374 ഡിവൈഡഡ് ബൈ 22 എന്ന് പറഞ്ഞു കിട്ടും. 22 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പോകും, ബാക്കി പോയിട്ട് 184 വരും. 154 7 പ്രാവശ്യം കിട്ടും, 17 എന്ന് പറഞ്ഞു. അപ്പൊ 81 മൈനസ് 17 എന്ന് പറയുമ്പോൾ R1 സ്ക്വയർ എന്ന് പറയുന്നത്. സോ R1 റേഡിയസ് എന്ന് പറയുന്നത് 8 എന്ന് പറഞ്ഞു കിട്ടും. കാരണം R1² എന്ന് പറയുന്നത് 64 എന്ന് പറഞ്ഞു തരും. R1 വാല്യൂ 8 എന്ന് പറഞ്ഞു കിട്ടും. നമ്മുടെ ചോദിച്ചിരിക്കുന്ന റേഡിയസിന്റെ വാല്യൂ എന്താ ചോദിച്ചിരിക്കുന്നത്? അപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന ഈ ഒരു റേഡിയസ് ആണ്. സോ തിക്നെസ് എന്ന് പറയുമ്പോൾ R2 മൈനസ് R1 ആണ് എടുക്കേണ്ടത്. 9 മൈനസ് 8, 1 സെന്റിമീറ്റർ ആയിരിക്കും ആൻസർ ആയിട്ട് വരണം.